നമസ്കാരം. ഒരു തരത്തിലെ സേവന വേതന വ്യവസ്ഥയുമില്ലാതെ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ അക്ഷീണ സേവനം നിർവഹിക്കുന്ന ആശാ വർക്കർമാർക്ക് തുച്ഛമായ വേതന വർധനവിന് വേണ്ടി നടത്തിയ സമരത്തിന് സർക്കാർ ക്രൂരമായി മുഖം തിരിച്ചു നാം കണ്ടതാണ്. പരിഹസിച്ചും അവഹേളിച്ചും ആ സമരത്തെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ജനകീയ സർക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടതായിരുന്നില്ല. ഈ സർക്കാർ ആർക്ക് വേണ്ടിയെന്ന ചോദ്യത്തിന് ഇപ്പോൾ കൃത്യമായൊരു മറുപടി സർക്കാർ തന്നെ നൽകിയിരിക്കുകയാണ്. ആശാ വർക്കർമാർക്കും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും അടക്കമുള്ളവർക്ക് നൽകിയിരുന്നേക്കാൾ കൂടുതൽ വേതനം സംസ്ഥാനത്തെ തടവുകാർക്ക് നൽകിയതിൽ ആ സന്ദേശം സുവ്യക്തമാണ്. അന്യായമെന്ന് മാത്രമല്ല, ഈ വേതന വർധന മാന്യമായി ജീവിതം നയിച്ച് തൊഴിലെടുക്കുന്നവരെ പോലും അപമാനിക്കുന്നത് കൂടിയാണ്. സംസ്ഥാനത്തെ തടവുകാരുടെ പരമാവധി ദിവസവേതനം 620 രൂപയായി കൂട്ടിയിരിക്കുകയാണ് സർക്കാർ. 8000 രൂപ ഓഡിറ്റോറിയം അടക്കം പരമാവധി 12000 രൂപ മാസം കിട്ടിയാൽ പോലും ആശാ വർക്കർമാരുടെ ദിവസവേതനം തടവുകാരേക്കാൾ 220 രൂപ കുറവാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സർക്കാർ 9 മാസം മുമ്പ് നടപ്പാക്കിയ ദിവസവേതനം പോലും കിട്ടുക ദിവസം 369 രൂപ മാത്രം. തടവുകാരേക്കാൾ 251 രൂപ കുറവ്. വിവിധ മേഖലയിൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള മിനിമം വേതന നിരക്ക് പോലും കണക്കിലെടുക്കാതെ ആഭ്യന്തര വകുപ്പ് തടവുകാരുടെ വേതനം കൂട്ടിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. കയർ തൊഴിലാളികൾക്ക് 468 രൂപ, സ്വകാര്യ സുരക്ഷാ ജീവനക്കാർക്ക് 596 രൂപ, കശുവണ്ടി തൊഴിലാളികൾക്ക് 538 രൂപ, പെട്രോൾ പമ്പ് ജീവനക്കാർക്ക് 458 രൂപ. ഇങ്ങനെയാണ് മിനിമം വേതനം. ഇതൊന്നും കാലോചിതമായി പരിഷ്കരിക്കാതെ തടവുകാരുടെ മാത്രത്തിൽ സർക്കാർ പ്രത്യേക താല്പര്യം കാട്ടുമ്പോൾ അതിനെ എങ്ങനെയാണ് ജനം വിലയിരുത്തേണ്ടത്? ശിക്ഷാ തടവുകാരാണ് ജയിലിൽ വിവിധ ജോലിക്ക് നിയോഗിക്കപ്പെടുന്നത്. കഠിന തടവിന് വിധിക്കപ്പെട്ടവർ നിർബന്ധമായും അല്ലാതെയുമായി താല്പര്യം അനുസരിച്ച് ജോലിയിൽ ഏർപ്പെടണം. ഭക്ഷ്യ ഉൽപാദന യൂണിറ്റ്, പെട്രോൾ പമ്പ് എന്നിങ്ങനെ വരുമാനമുണ്ടാക്കുന്ന യൂണിറ്റുകൾക്ക് അവിടെ നിയോഗിക്കുന്ന തടവുകാരുടെ വേതനം സ്വന്തം നിലയ്ക്ക് കണ്ടെത്തണം. വേതനം പല മടങ്ങ് വർദ്ധിപ്പിക്കുന്നത് ഈ യൂണിറ്റുകൾക്ക് ബാധ്യതയാകും. സ്കൂൾ പാചക തൊഴിലാളികളും ഹരിതകർമ്മ സേന അംഗങ്ങളും ഹോം ഗാർഡുമാരും ഗിഗ് വർക്കേഴ്സും പാലിയേറ്റീവ് കെയർ നഴ്സുമാർ ഉൾപ്പെടെ പല രംഗത്തുമുള്ള പതിനായിരങ്ങൾ ഇപ്പോഴും സർക്കാരിന്റെ കാണാമറയത്താണ്. വിവിധ കുറ്റങ്ങൾ ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടവരുടെ കൈയടി വാങ്ങാൻ മുന്നോട്ടിറങ്ങുന്നത് സാധാരണ ജനങ്ങളിൽ അമ്പരപ്പുളവാക്കുന്നു. മേഖലയിലെ തൊഴിലാളികൾ വേതനത്തിൽ നിന്നാണ് ഭക്ഷണത്തിനും ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്നതെങ്കിൽ തടവുകാർക്ക് ഇത് രണ്ടും സൗജന്യം കൂടിയാണെന്ന് ഓർക്കണം. എന്നാൽ ജയിലിൽ പോയേക്കാമെന്ന് ചിന്തിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ വേതന വർധനമെന്നും ഇനി ചില തടവുകാർക്ക് ആ ജീവനാന്തം പെൻഷൻ കൂടി പ്രഖ്യാപിക്കാനുള്ള പരിഹാസങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. തടവുകാർക്ക് ഏറ്റവും ഉയർന്ന വേതനം നൽകുന്ന സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയായിരിക്കും മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം എന്നുകൂടി ഓർക്കുമ്പോൾ ജനത്തിന് ചോദിക്കാതിരിക്കാൻ വയ്യ, ഇതാണോ സാർ നവകേരള നിർമ്മിതി?